ഹായ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആൻഡ് RDBMS യൂണിറ്റ് 4 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ തൊട്ട് പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ SQL ഫങ്ഷൻസ് പറഞ്ഞു അല്ലേ, ബിൽഡ് ഇൻ ഫങ്ഷൻസ്, അഗ്രിഗേറ്റ് ഫങ്ഷൻസ് ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു നമ്മൾ അല്ലേ, ഡേറ്റ് ടൈം ഫങ്ഷൻസ് ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും വീഡിയോ മിസ്സായിട്ടുണ്ടെങ്കിൽ മുകളിൽ ലിങ്ക് കൊടുക്കാം, ഒന്ന് പോയിട്ട് കാണാം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒന്ന് SQL സെറ്റ് ഓപ്പറേഷൻസ് ആണ്. നമ്മൾ SQL അല്ലെങ്കിൽ സെറ്റ് ഓപ്പറേഷൻസിനെ പറ്റിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ SQLിലേക്ക് വരുമ്പോൾ അത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. സോ യൂണിയൻ, ഇൻ്റർസെക്ഷൻ, മൈനസ്, യൂണിയൻ ഓൾ എന്ന 4 ഓപ്പറേഷൻസ് ഉള്ളത്. ആ 4 ഓപ്പറേഷൻസ് ചെയ്താൽ നോക്കും. ദെൻ സബ് ക്വയറി എന്താണെന്നുള്ളതാണ്. സബ് ക്വയറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി പേരിൽ തന്നെ മനസ്സിലാവും അല്ലേ, ഒരു ക്വയറിൻ്റെ അകത്ത് വേറൊരു ക്വയറി വരിക, ഒരു നെസ്റ്റഡ് ക്വയറീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ദെൻ മൂന്നാമത്തത് ഗ്രൂപ്പ് ബൈ ക്ലോസ്, അതായത് ഒരു സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ് കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ക്ലോസ് ആണ് ഗ്രൂപ്പ് ബൈ എന്നുള്ളത്. സോ നമുക്ക് ഗ്രൂപ്പ് ബൈ പേരുണ്ടല്ലേ, ഗ്രൂപ്പ് ചെയ്യാനാണ്. അതായത് ഒരു സെലക്ട് ഓപ്പറേഷൻ നടത്തുമ്പം അത് എന്തിൻ്റെങ്കിലും ബേസിൽ നമുക്ക് ഗ്രൂപ്പ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്രൂപ്പ് ബൈ ക്ലോസ് ഉപയോഗിക്കുന്നത്. ദെൻ രണ്ടാമത്തത് ഹാവിങ് ക്ലോസ്. സോ സാധാരണ ഗ്രൂപ്പ് ബൈൻ്റെ തൊട്ട് കൂടെ ഉപയോഗിക്കുന്നതാണ് ഇത് ഹാവിങ്. ഒരു കണ്ടീഷനും കൂടെ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഹാവിങ് ക്ലോസ് കൊടുക്കുകയാണ് ചെയ്യുക. ദെൻ ഓർഡർ ബൈ, ആ പേരിലുണ്ടല്ലേ ഓർഡർ ചെയ്യുക, അസെൻഡിങ് ആണോ ഡിസെൻഡിങ് ഓർഡർ ആണോ എന്നുള്ളത്. അപ്പം ഏതെങ്കിലും ഒരു കോളത്തിൻ്റെ ബേസിൽ നമുക്ക് ആ പെർട്ടിക്കുലർ സെലക്ഷൻ ഓപ്പറേഷനിൽ ക്വയറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർഡർ ചെയ്യാൻ പറ്റും. അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർ രണ്ടും ചെയ്യാൻ പറ്റും. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അധികം ലെങ്തി ഒന്നുമില്ല. ഈ അവസാനത്തെ ഗ്രൂപ്പ് ബൈ, ഹാവിങ് ക്ലോസ് അല്ലെങ്കിൽ ഈ ഓർഡർ ബൈ ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ തീരും. ഓരോ ക്വയറീസ് എന്താണെന്നല്ല എങ്ങനെ നമ്മൾ ക്വയറി ചെയ്തു എന്നുള്ളത് മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. ഓക്കെ. സോ ആദ്യം SQL സെറ്റ് ഓപ്പറേഷൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ എല്ലാം. അപ്പോൾ അതിൽ നമുക്ക് ബേസിക്കലി 4 ഓപ്പറേഷൻസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. സോ SQL സെറ്റ് ഓപ്പറേഷൻ യൂസ് ടു കമ്പൈൻ ദ 2 or more SQL സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ്. നമുക്കറിയാം സെലക്ട് സ്റ്റേറ്റ്മെൻറ്റിനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സെറ്റ് ഓപ്പറേഷൻ ഉപയോഗിക്കുന്നത്. അത് ഡിഫറൻസ് കാണാൻ അല്ലെങ്കിൽ യൂണിയൻ കാണാൻ അങ്ങനത്തെ ഓപ്പറേഷനൊക്കെ ചെയ്യാൻ, അതായത് അങ്ങനത്തെ ഓപ്പറേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ സെലക്ട് സ്റ്റേറ്റ്മെൻറ്റിനെ കമ്പൈൻ ചെയ്യുന്നത്. സോ ടൈപ്സ് ഓഫ് SQL ക്വയറീസ്, യൂണിയൻ ആണ് ഒന്ന്. രണ്ടാമത്തത് യൂണിയൻ ഓൾ, ഇൻ്റർസെക്റ്റ് ആൻഡ് മൈനസ്. ഡീഫായിട്ട് പറയാം, യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. അതായത് രണ്ട് ടേബിളിലെ എല്ലാ എലമെൻറ്റ്സിനും കൂടെ യൂണിയൻ ചെയ്തിട്ട് കമ്പൈൻഡ് ആക്കിയിട്ട് ഒരു പുതിയ ടേബിൾ ഉണ്ടാക്കുക. അവിടെ ഡ്യൂപ്ലിക്കേറ്റ് എലമെൻ്റ് ഒക്കെ ഉണ്ടാവും. യൂണിയൻ ഓൾ അത് യൂണിയനെ പോലെ തന്നെയാണ്. യൂണിയനിൽ ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ് ഉണ്ടാവില്ല, പക്ഷേ യൂണിയൻ ഓളിൽ ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റും കൂടെ വരും. അത് മാത്രം ഡിഫറൻസ് ഉള്ളൂ. ദെൻ ഇൻ്റർസെക്റ്റ് അറിയാം, കോമൺ ആയിട്ടുള്ളതാണ്. ദെൻ മൈനസ്, A മൈനസ് ബി എന്ന് പറഞ്ഞാൽ A എന്നുള്ള ടേബിളുള്ളതും B എന്നുള്ള ടേബിൾ ഇല്ലാത്തതുമായിട്ടുള്ള കണ്ടന്റ് മാത്രം ഔട്ട്പുട്ടിൽ വരാനാണ് A മൈനസ് ബി അങ്ങനെ ഉപയോഗിക്കുന്നത്. സോ ഈ 4 ഓപ്പറേഷൻസ് തന്നെയാണ് നമ്മൾ SQL സെറ്റ് ഓപ്പറേഷൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. യൂണിയൻ ഓൾ, മൈനസ് ആൻഡ് ഇൻ്റർസെക്ട്സ്. സോ ഈ 4 ഓപ്പറേഷൻസ് എന്താണെന്നുള്ളതും അതിൻ്റെ സിൻടാക്സ് അല്ലെങ്കിൽ SQL ക്വയറി എങ്ങനെയാണ് നമ്മൾ എഴുതുക എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. സോ ആദ്യം യൂണിയൻ ഓപ്പറേഷൻ ആണ്. ഓൾറെഡി നമുക്കറിയാം യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പിനേഷൻ അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യുന്നതാണ് അല്ലേ. സോ ദ SQL യൂണിയൻ ഓപ്പറേഷൻ ഈസ് യൂസ്ഡ് ടു കമ്പൈൻ ദ റിസൾട്ട് ഓഫ് 2 or more SQL സെലക്ട് ക്വയറി. അതായത് SQL സെലക്ട് ക്വയറീസ് വെച്ചിട്ടുള്ള 2 3 അല്ലെങ്കിൽ മീൻസ് n നമ്പർ ഓഫ് ക്വയറീസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പൈൻ ചെയ്യാനാണ് നമ്മൾ യൂണിയൻ എന്നുള്ള കീവേഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ. So the union operation, all the number of data types and column must be the same in both the table in which union operation is being applied. നമ്മൾ യൂണിയൻ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുന്ന ടേബിൾസ് ഉണ്ടാവും അല്ലേ, സെലക്ട് ഓപ്പറേഷൻ നടത്തുന്ന ടേബിൾസ് ഉണ്ടാവും. ആ ടേബിൾസ് എന്തെന്ന് ഒരുപോലെ ആയിരിക്കണം. അതായത് ആ ടേബിൾസിൽ ഡാറ്റ ടൈപ്പും അതേപോലെ കോളത്തിന് മസ്റ്റ് ബി എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. നമ്പർ ഓഫ് കോളംസും അതേപോലെ നമ്പർ ഓഫ് ഡാറ്റ ടൈപ്പൊക്കെ എന്തായിരിക്കണം, സെയിം ആയ അല്ലെങ്കിൽ ഒരേപോലെയുള്ള കോളംസിൻ്റെ മുകളിൽ നമുക്ക് എന്ത് നടത്താൻ പറ്റുള്ളൂ, ഈ യൂണിയൻ ഓപ്പറേഷൻസ് ഒക്കെ നടത്താൻ പറ്റുള്ളൂ. സോ ഡാറ്റ ടൈപ്പും അതേപോലെ നമ്പർ ഓഫ് കോളംസ് ഒക്കെ എന്തായിരിക്കണം, സെയിം ആയിരിക്കണം ഇൻ ബോത്ത് ദ ടേബിൾ where we are applying union operation. Then the union operation eliminates the duplicate rows from its result. So union operation ഉള്ളത് ഡ്യൂപ്ലിക്കേറ്റ്സ് എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യും, എലിമിനേറ്റ് ചെയ്തും ഒഴിവാക്കി കളയും. സിൻടാക്സ് ആണ് സെലക്ട് കോളം നെയിം ഫ്രം ടേബിൾ 1. ടേബിൾ 1 നമ്മൾ കോളം നെയിം സെലക്ട് ചെയ്തു, ഇതൊരു സെലക്ട് ക്വയറി അല്ലേ. സെലക്ട് കോളം നെയിം മീൻസ് ഏതെങ്കിലും കോളം എടുക്കുക ഫ്രം ടേബിൾ 1. ദെൻ യൂണിയൻ എന്ന് എഴുതുക, അത് അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യാനാണ്. യൂണിയൻ വിത്ത് സെലക്ട് കോളം നെയിം ഫ്രം ടേബിൾ 2. സോ ടേബിൾ 2-ലെ ഒരു കോളം നെയിമിനെയും ടേബിൾ 1-ലെ ഒരു കോളം നെയിമും, സോ 2 സെലക്ട് ക്വയറീസിനെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ യൂണിയൻ വെച്ചിട്ട് ഇവിടെ കമ്പൈൻ ചെയ്തു. സോ ഇങ്ങനെ യൂസ് ചെയ്യാനാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്, യൂണിയൻ ഉപയോഗിക്കുന്നത്. സോ ഇവിടെ ഈ 2 കോളത്തിൻ്റെ ഡാറ്റ ടൈപ്പൊക്കെ എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അതേപോലെ ഇത് റിസൾട്ട് വരുമ്പം ഇതിൽ ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ്സ് ഒന്നും ഉണ്ടാവുകയില്ല, അത് എലിമിനേറ്റ് ചെയ്യും. ദെൻ യൂണിയൻ ഓൾ, ഇറ്റ് ഈസ് സെയിം ആസ് ദി യൂണിയൻ ഓപ്പറേഷൻ തന്നെയാണ്. ഡിഫറൻസ് എന്താണ്, ദ റിസൾട്ട് ഈസ് സെറ്റ് വിത്തൗട്ട് റിമൂവിങ് ഡ്യൂപ്ലിക്കേറ്റ് ആൻഡ് സോർട്ടിങ് ഡാറ്റ. നമ്മൾ പറഞ്ഞു നേരത്തെ യൂണിയനിൽ ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റിനെല്ലാം റിമൂവ് ചെയ്തിട്ടാണ് വരിക. സോ യൂണിയൻ ഓൾ ആകുമ്പം
ഡ്യൂപ്ലിക്കേറ്റ്സ് എലമെൻറ്റും അവിടെ ഉണ്ടാവും എന്നർത്ഥം. അതായത് ഡ്യൂപ്ലിക്കേറ്റ്സ് എലമെൻറ്റിന് ഇത് റിമൂവ് ചെയ്യാത്തതാണ് യൂണിയൻ ഓൾ. സിൻടാക്സ് നേരത്തെ പഠിച്ചത് ജസ്റ്റ് ഒന്നുമില്ല, യൂണിയൻ എന്നുള്ളിടത്ത് യൂണിയൻ ഓൾ എന്നാക്കി കൊടുക്കുക, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. അപ്പം ഇത് രണ്ടിൻ്റെയും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ് അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന എലമെൻറ്റിൻ്റെയും കൂടെ അത് അവിടെ കാണിക്കുന്നു മാത്രം. ഓക്കെ, ദെൻ ഇൻ്റർസെക്റ്റ്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു കമ്പൈൻ ടു സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ്. രണ്ട് സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ് കമ്പൈൻ ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഇൻ്റർസെക്റ്റ് ഉപയോഗിക്കുന്നത്. Then intersect operation return the common rows from the both the selected statement. രണ്ട് സെലക്ടഡ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും കോമൺ ആയിട്ടുള്ള റോ മാത്രം നമുക്ക് എടുക്കാം അല്ലേ. ഇൻ്റർസെക്റ്റ് നമുക്കറിയാം കോമൺ എലമെൻറ്റ്സ് ആണ് അല്ലേ. സോ ദ ഇൻ്റർസെക്റ്റ് ഓപ്പറേഷൻ, ദ നമ്പർ ഓഫ് ഡാറ്റ ടൈപ്പ് ആൻഡ് കോളം മസ്റ്റ് ബി ദ സെയിം. ഡാറ്റ ടൈപ്പും അതേപോലെ കോളംസും ഒക്കെ എന്തായിരിക്കണം, സെയിം ആയാൽ മാത്രമേ നമുക്ക് അവിടെ എന്ത് നടത്താൻ പറ്റുള്ളൂ, ഇൻ്റർസെക്റ്റ് ഓപ്പറേഷൻ നടത്താൻ പറ്റുള്ളൂ. ആൻഡ് ഇറ്റ് ഹാസ് നോ ഡ്യൂപ്ലിക്കേറ്റ് ആൻഡ് ഇറ്റ് അറേഞ്ച് ദ ഡാറ്റ ഇൻ അസെൻഡിങ് ഓർഡർ ബൈ ഡിഫോൾട്ട്. സോ നമ്മൾ ഓർഡർ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് അസെൻഡിങ് ഓർഡറിലാണ് ഈ ഇൻ്റർസെക്റ്റ് ഓപ്പറേഷൻ റിസൾട്ട് വരുമ്പോൾ ഉണ്ടാവുക. അതായത് ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ് ഉണ്ടാവുകയില്ല. സിൻടാക്സ് ഇപ്പോൾ നേരത്തെ യൂണിയൻ പഠിച്ചാൽ അതൊന്നുമില്ല, യൂണിയൻ്റെ അവിടെ ഇൻ്റർസെക്റ്റിന് മാത്രം എഴുതി കൊടുത്താൽ മതി നിങ്ങൾ അല്ലേ. സെലക്ട് കോളം നെയിം ഫ്രം ടേബിൾ 1, ഇൻ്റർസെക്റ്റ് സെലക്ട് കോളം നെയിം ഫ്രം ടേബിൾ 2. സോ ഇതിനെല്ലാം സെറ്റ് ഓപ്പറേഷൻസിനെല്ലാം ജസ്റ്റ് അവിടെ ആ പേര് മാത്രം മാറ്റി കൊടുത്താൽ മതി. അപ്പം അതിനനുസരിച്ച് ഓപ്പറേഷൻ മാറും നടത്തും. Then SQL set operation മൈനസ് ആണ് അടുത്തത്. ഇറ്റ് കമ്പൈൻസ് ദ റിസൾട്ട് ഓഫ് ടു സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ്. രണ്ട് സെലക്ട് സ്റ്റേറ്റ്മെൻറ്റിനെ കമ്പൈൻ ചെയ്യാൻ തന്നെയാണ് അഗെയിൻ മൈനസ് ഓപ്പറേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. മൈനസ് ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ ദ റോസ് വിച്ച് ആർ പ്രസൻറ്റ് ഇൻ ദ ഫസ്റ്റ് ക്വറി ബട്ട് ആബ്സെൻറ്റ് ഇൻ ദ സെക്കൻഡ് ക്വറി. നമുക്കറിയാം അല്ലേ, ഓൾറെഡി നമ്മൾ സെറ്റ് റിലേഷൻ പഠിച്ച അവിടെ പഠിച്ചിട്ടുണ്ട് മൈനസ് ഓപ്പറേഷൻ അല്ലേ. സോ എ മൈനസ് ബി എന്ന് കൊടുത്താൽ എ എന്നുള്ള ടേബിൾ ഉള്ളതും ബി എന്നുള്ള ടേബിൾ ഇല്ലാത്ത ഡാറ്റ മാത്രം ഔട്ട്പുട്ടിൽ വരിക എന്നർത്ഥം. സോ മൈനസ് ഓപ്പറേറ്റർ യൂസ് ടു ഡിസ്പ്ലേ റോസ് ഇൻ ഫസ്റ്റ് ടേബിൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഫസ്റ്റ് ക്വരീസിൽ ഉണ്ടാവും, രണ്ടാമത്തെ ക്വരീസിൽ ഇല്ലാത്തതും മാത്രം ഡിസ്പ്ലേ ചെയ്യാം. രണ്ട് ക്വരീസാണ് ഇവിടെ കമ്പൈൻ ചെയ്തത്. നേരത്തെ ടേബിളിൻ്റെ മുകളിലാണെങ്കിൽ ഇവിടെ ക്വരീസിൻ്റെ മുകളിലാണ്. സോ രണ്ട് സെലക്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ കമ്പൈൻ ചെയ്യുമ്പോൾ ആദ്യത്തെ സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് ഉണ്ടാവും, രണ്ടാമത്തെ സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് ഉണ്ടാവും. സോ ഫസ്റ്റ് സെലക്ട് എയിലുള്ളതും ബിയിൽ ഇല്ലാത്തതും, അല്ലെങ്കിൽ ഫസ്റ്റ് സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് ഉള്ളതും രണ്ടാമത്തെ സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് ഇല്ലാത്തതായിട്ട് വാല്യൂസ് ആണ് ഇവിടെ മൈനസ് ഓപ്പറേറ്ററിൽ വരിക. ഇറ്റ് ഹാസ് നോ ഡ്യൂപ്ലിക്കേറ്റ് ആൻഡ് ഡാറ്റ അറേഞ്ച് ഇൻ അസെൻഡിങ് ഓർഡർ ബൈ ഡിഫോൾട്ട്. സോ ഇവിടെയും ഡ്യൂപ്ലിക്കേറ്റ് എലമെൻ്റ് ഒന്നും വരില്ല, ആൻഡ് ഡാറ്റ അല്ലെങ്കിൽ ഔട്ട്പുട്ട് വരുമ്പോൾ അത് അസെൻഡിങ് ഓർഡറിലായിരിക്കും ഉണ്ടാവുക. ഇൻ പോസ്റ്റ്ഗ്രസ് വി യൂസ് എക്സെപ്റ്റ്. സോ മൈനസ് എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കുന്ന കീവേഡാണ് എന്ത്, എക്സെപ്റ്റ്. ഓക്കെ, സോ സെലക്ട് കോളം നെയിം ഫ്രം ടേബിൾ 1 മൈനസ് സെലക്ട് കോളം നെയിം ഫ്രം ടേബിൾ 2. സോ ഇത് ഡിഫാൾട്ട് ആയിട്ടുള്ളതാണ് ഈ മൈനസ് ഉള്ളത്. സോ നമ്മൾ പോസ്റ്റ്ഗ്രസ് ആണ് നമ്മൾ സാധാരണ ലാബ് ചെയ്യുക, അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എക്സെപ്റ്റ് എന്നുള്ള കീവേഡാണ്. ഓക്കെ, സോ ഇവിടെ എന്തായിരിക്കും റിസൾട്ട് വരിക, അതായത് ടേബിൾ 1 കോളം നെയിമിലുള്ളത് ടേബിൾ 2 കോളം നെയിമിലുള്ളത് കോമൺ ആയിട്ടുള്ളതൊന്നും വരില്ല. അത് എന്തെങ്കിലും ഇതിൽ എക്സ്ട്രാ വരുന്നുണ്ടെങ്കിൽ ടേബിൾ 1 കോളം നെയിം എന്നുള്ളിടത്ത് എന്തെങ്കിലും ടേബിൾ 2 കോളം നെയിമിൽ വരാത്തതുണ്ടെങ്കിൽ, അതായത് ഇവിടെ എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടെങ്കിൽ അത് മാത്രം ഔട്ട്പുട്ട് വരും. ഓൾറെഡി നമ്മൾ ടേബിൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ, പക്ഷേ അവിടെ ഈ രണ്ട് സെലക്ട് ഓപ്പറേഷൻ്റെ മൈനസ് ആണെന്ന് മാത്രം, അത്രയേ ഉള്ളൂ. രണ്ട് ക്വയറീസുള്ള ഡിഫറൻസ് മാത്രമാണ് നമ്മളവിടെ നോക്കുന്നത് അർത്ഥം. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് SQL സെറ്റ് ഓപ്പറേഷൻസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. 4 വളരെ സിമ്പിളാണ്. എൻ്റെ ക്വയറീസൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. നിങ്ങൾക്കത് അല്ലെങ്കിൽ ലാബിൽ ചെയ്യുന്ന സമയത്തൊക്കെ ആവശ്യമുള്ളതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്നത് സബ് ക്വയറീസ് ആണ്. എന്താണ് സബ് ക്വയറീസ്? നമ്മൾ ഫസ്റ്റ് പറഞ്ഞില്ലേ, സബ് ക്വയറി എന്ന് പറഞ്ഞാൽ ഒരു ക്വയറീൻ്റെ അകത്ത്, SQL ക്വയറീൻ്റെ അകത്ത് വേറൊരു SQL ക്വയറി വരുന്നതിനാണ് നമ്മൾ പറയാം സബ് ക്വയറീസ് എന്ന് പറയാം. മീൻസ് നെസ്റ്റഡ് ക്വയറീസ് വേണമെങ്കിൽ നമുക്ക് പറയാം. സബ് ക്വയറി ഈസ് SQL ക്വയറി നെസ്റ്റഡ് ഇൻസൈഡ് എ ഡയറക്റ്റ് ക്വയർ. ഒരു ക്വയറിൻ്റെ അകത്ത് വേറൊരു ക്വയറി വെച്ചിട്ട് നമ്മൾ ക്വയറീസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സബ് ക്വയറീസ് എന്ന് പറയും. ഇൻ PostgreSQL, സബ് ക്വയറീസ് ക്യാൻ ബി നെസ്റ്റഡ് ഇൻസൈഡ് എ സെലക്ട്, ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ്, സെറ്റ് ഓർ ഡു സ്റ്റേറ്റ്മെൻറ്റ് ഓർ ഇൻസൈഡ് അനദർ സബ് ക്വയറി. സോ എവിടെയാണ് നമ്മൾ ഈ സബ് ക്വയറീസ് യൂസ് ചെയ്യുന്നത്? അതായത് സെലക്റ്റിൻ്റെയും കൂടെ ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ്, സെറ്റ് ഇതിൻ്റെ എല്ലാം കൂടെ നമുക്കൊന്ന് ഉപയോഗിക്കാം. സബ് ക്വയറീസ് വരും. ഒന്നിൻ്റെ അകത്ത്, ഒരു ക്വയറിൻ്റെ അകത്ത് ബ്രാക്കറ്റിൽ വേറൊരു ക്വയറി വരും. ആദ്യം ഇന്നർ ക്വയറീസ് എക്സിക്യൂട്ട് ചെയ്യും, ദെൻ ഔട്ടർ ക്വയറീസ് എക്സിക്യൂട്ട് ചെയ്യും. ആ രീതിയിലാണ് പോവുക. ഒരു നെസ്റ്റഡ് ലൂപ്പ് നമ്മൾ പറയാറില്ലേ, C ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ, അതേപോലെ തന്നെയാണ് ഏകദേശം. സോ എ സബ് ക്വയറി ഈസ് യൂഷ്വലി ആഡഡ് വിത്ത് the word clause of another SQL select statement. സോ ഒരു സെലക്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വേർ ക്ലോസിൻ്റെ കൂടെയാണ് നമ്മൾ എന്ത് കൊടുക്കുക, ഒരു നെസ്റ്റഡ് ക്വയറീസ് അല്ലെങ്കിൽ സബ് ക്വയറീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. യു ക്യാൻ യൂസ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് സച്ച് ആസ് greater than, less than or equal to
ഡു അല്ലെങ്കിൽ കമ്പൈൻ, അതായത് സബ് ക്വയറീസ് ആഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേർ എന്നുള്ള കണ്ടീഷൻ്റെ കൂടെ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഒക്കെ ഉപയോഗിച്ചിട്ട് ഇത് ഈ സബ് ക്വയറീസ് അതിൻ്റെ കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ നമ്മൾ എക്സാമ്പിൾ കാണിച്ചു തരാം. So the comparison operator can also be multiple rows operator such as in, any, some or all. So നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഈ ഗ്രേറ്റർ ദാൻ കമ്പാരിസൺ ഓപ്പറേറ്ററിൻ്റെ കൂടെ ഇൻ, എനി, സം എന്നൊക്കെയുള്ള കീവേഡ്സുകളുണ്ട് അല്ലേ, മൾട്ടിപ്പിൾ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിച്ചിട്ട് സബ് ക്വയറീസ് അവിടെ അക്കോമഡേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. So a subquery can be treated as in an inner query, which is a SQL query placed as a part of another query called as outer query. So ഒരു outer query ഉണ്ടാവും, ഒരു inner query ഉണ്ടാവും. സോ ഒരു ക്വറിൻ്റെ അകത്ത് വേറൊരു ക്വറി ബേസിക്കലി. സോ ആ അകത്തുള്ള ക്വറിയാണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുക, അതാണ് സബ് ക്വറി എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ഇന്നർ ക്വറി എക്സിക്യൂട്ട് ദ ഫസ്റ്റ് ബിഫോർ ഇറ്റ് പാരന്റ് ക്വറി സോ ദാറ്റ് ദ റിസൾട്ട് ഓഫ് ആൻ ഇന്നർ ക്വറി ക്യാൻ ബി പാസ് ടു ദ ഔട്ടർ ക്വറി. സോ ഒരു ക്വറിൻ്റെ അകത്താണ് രണ്ടാമത്തെ ക്വറി, അതാണ് ഇന്നർ ക്വറി എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ സബ് ക്വറീസ് എന്ന് പറയുന്നത്. സോ ഇന്നർ ക്വറിയാണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുക, അതിന് റിസൾട്ട് കിട്ടും. ആ റിസൾട്ട് ആർക്ക് കൊടുക്കും, ഔട്ടർ ക്വറിക്ക് കൊടുക്കും. സോ അതിനനുസരിച്ചാണ് ഔട്ടർ ക്വറി വർക്ക് ചെയ്യുക. സോ സിൻടാക്സ് ആണ്, എക്സാമ്പിൾ ആണ്. സെലക്ട് ഫിലിം ഐ ഡി ടൈറ്റിൽ റെൻ്റൽ ടൈം ഫ്രം ഫിലിം വേർ. സോ ഇത് വേർ വെച്ചിട്ടാണ് നമ്മളിവിടെ സബ് ക്വറി കൊടുത്തത്. ഇവിടെ എന്താ കൊടുത്തത്, റെൻ്റൽ റേറ്റ് ഗ്രേറ്റർ ദാൻ, അല്ലേ, റെൻ്റൽ റേറ്റ് ഗ്രേറ്റർ ദാൻ. ദെൻ നമ്മളൊരു ക്വയറിയാണ് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ റെൻ്റൽ റേറ്റ് ഗ്രേറ്റർ ദാൻ 5, 10 ഒക്കെ കൊടുക്കുന്ന ഒരു വാല്യൂ കൊടുക്കുന്നതിന് പകരം ഇവിടെ കമ്പാരിസൺ ഓപ്പറേറ്ററിൻ്റെ ഇവിടെ നമ്മൾ എന്ത് കൊടുത്തു, വേറൊരു ക്വയറി കൊടുത്തു. സോ സെലക്ട് ആവറേജ് റെൻ്റൽ റേറ്റ് ഫ്രം ഫിലിം. അപ്പോൾ ഇതെന്ത് ചെയ്യും, ആദ്യം ഫിലിം എന്നുള്ള ടേബിളിൽ റെൻ്റൽ റേറ്റിൻ്റെ ആവറേജ് കാണും, അല്ലേ, അതാണ് സെലക്ട് ആവറേജ് റെൻ്റൽ റേറ്റ് ഫ്രം ഫിലിം. സോ അതിൻ്റെ റിസൾട്ട് ഇവിടെ ഉണ്ട്, ഒരു വാല്യൂ ആയിരിക്കും, എക്സ് എന്നുള്ളൊരു വാല്യൂ. അപ്പോൾ ആദ്യം ഇത് എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പോൾ ഇവിടെ എക്സ് എന്നുള്ള റിസൾട്ട് വരിക, കാര്യം ഇതിൻ്റെ ആവറേജ്. ദെൻ ഔട്ടർ ക്വറി, സോ സെലക്ട്, അതിൽ നിന്ന് വരും ഫിലിം ഐ ഡി ടൈറ്റിൽ റെൻ്റൽ റേറ്റ് ഫ്രം ഫിലിം വേർ റെൻ്റൽ റേറ്റ് ഗ്രേറ്റർ ദാൻ ഇതിൻ്റെ റിസൾട്ട് എക്സ്. സോ ഈ രീതിയിലാണ് നമ്മൾ സബ് ക്വറീസ് കൊള്ളിക്കുന്നത് എങ്കിൽ എഴുതുന്നത്. സിമ്പിളാണ് അല്ലേ. സോ ഇത് ഒരു കമ്പാരിസൺ ഓപ്പറേറ്റർ വെച്ചിട്ടാണ് നമ്മളോട് കൊടുത്തിട്ടുള്ളത് സബ് ക്വറി. ദ ക്വറി ഇൻസൈഡ് ദ ബ്രാക്കറ്റ് കോൾഡ് സബ് ക്വറി ഓർ ആൻ ഇന്നർ ക്വറി. അതായത് സെലക്ട് എ വി ജി ആവറേജ് റെൻ്റൽ റേറ്റ് ഫ്രം ഫിലിം എന്നുള്ളതാണ് ഇവിടെ എന്ത് സബ് ക്വറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്നർ ക്വറി എന്ന് പറയുന്നത്. ദ ക്വറി ദാറ്റ് കണ്ടെയ്ൻസ് ദ സബ് ക്വറി ഈസ് നോൺ ആസ് ദി ആൻ ഔട്ടർ ക്വറി. സോ ഈ പുറത്തുള്ളത്, അല്ലെ, അതിനാണ് നമ്മൾ പറയുന്നത് ഔട്ടർ ക്വറി എന്ന് പറയുന്നത്. PostgreSQL execute the inner query, the query that contains the sub query in the following sequence. സോ ഏത് ഓർഡറിലാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. ഫസ്റ്റ് എക്സിക്യൂട്ട് ദ സബ് ക്വറി, ആദ്യം അകത്തുള്ള ഈ ക്വറിയാണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യാം. സെക്കൻഡ് ഗെറ്റ് ദ റിസൾട്ട് ആൻഡ് പാസ് ടു ദ ഔട്ടർ ക്വറി. സോ ഇതിൻ്റെ റിസൾട്ട് ഈ ഔട്ടർ ക്വറിയിലേക്ക് പാസ് ചെയ്യും, അതായത് ഇവിടെ റിസൾട്ട് വരും. ഈ സെലക്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇന്നർ ക്വറിൻ്റെ സ്ഥലത്ത് ഇതിൻ്റെ റിസൾട്ട് എന്താണോ അത് അവിടെ വരും. ദെൻ തേർഡ് എക്സിക്യൂട്ട് ദി ഔട്ടർ ക്വറി, ദെൻ ഈ ക്വറി എക്സിക്യൂട്ട് ചെയ്യും ഈ റിസൾട്ട് കിട്ടിയതിനനുസരിച്ച്. സോ ഈ രീതിയിലാണ് ഒരു സബ് ക്വറി എക്സിക്യൂട്ട് ചെയ്യുന്നത്, അല്ലേ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നിങ്ങൾ ഒന്ന് രണ്ടിട്ടും പ്രാക്ടീസ് ചെയ്താൽ വളരെ ഇതായി അല്ലെങ്കിൽ മനസ്സിലാവുന്ന മാത്രമേ ഉള്ളൂ. ഓക്കെ, ഒരു എക്സാമ്പിൾ. സെലക്ട് എംപ്ലോയി ഐ ഡി ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം സാലറി ഫ്രം എംപ്ലോയി വേർഡ് സാലറി ഗ്രേറ്റർ ദാൻ സെലക്ട് ആവറേജ് സാലറി ഫ്രം എംപ്ലോയി. സോ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത്, ആദ്യം ഇത് കാണും, അതായത് എംപ്ലോയി എന്നുള്ള ടേബിളിൽ സാലറീൻ്റെ ആവറേജ് കാണും, അല്ലെ, ഈ ക്വറിൻ്റെ റിസൾട്ട് അതിവിടെ കൊടുക്കും. സപ്പോസ് 10K ആണ്, അല്ലേ, 10,000 ആണ് ആവറേജ് സാലറി എന്ന് വിചാരിക്കുക. സോ സെലക്ട് ആവറേജ് സാലറി ഫ്രം എംപ്ലോയി, അപ്പം 10,000 ഇവിടെ വരും. ആദ്യം ഇത് എക്സിക്യൂട്ട് ചെയ്തതിന് റിസൾട്ട് ഇവിടെ വരും 10,000. ദെൻ ഈ ക്വറി എക്സിക്യൂട്ട് ചെയ്യും, അല്ലെ, എന്താണ് സെലക്ട് എംപ്ലോയി ഐ ഡി ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം സാലറി ഫ്രം എംപ്ലോയി വേർ സാലറി ഗ്രേറ്റർ ദാൻ 10,000. സോ ആ രീതിയിലാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ അതേപോലെ ഇന്ന് വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ കമ്പാരിസൺ ഓപ്പറേറ്ററിന് പകരം നമുക്ക് ഇന്ന് ഓൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. സോ ഒരു ഇന്ന് വെച്ചിട്ടുള്ള എക്സാമ്പിളാണ് കൊടുത്തത്. സെലക്ട് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡി ഫ്രം എംപ്ലോയി വേർ ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡി ഇൻ ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡി ഇൻ ഒരു ലിസ്റ്റ് വരും നമുക്ക്. സെലക്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡി ഫ്രം ഡിപ്പാർട്ട്മെൻറ്റ് വേർ ലൊക്കേഷൻ ഐ ഡി ഈസ് 108. സോ ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡി നമ്മൾ സെലക്ട് ചെയ്യും, എന്താണ് ലൊക്കേഷൻ ഐ ഡി 1800 ഉള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡികളെല്ലാം നമ്മൾ സെലക്ട് ചെയ്ത് വെക്കും. ഒരു ലിസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ ഇത്. ദെൻ ഇത് എക്സിക്യൂട്ട് ചെയ്യും. സോ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സബ് ക്വറീസ് അക്കോമഡേറ്റ് അല്ലെങ്കിൽ എഴുതാൻ പറ്റും. സോ ഒന്നിവിടെ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് വെച്ച്, പിന്നെ നമ്മൾ ഇന്ന് ഔട്ട് ഇന്ന് അല്ലെങ്കിൽ അങ്ങനത്തെ ബിറ്റ്വീൻ എന്നൊക്കെയുള്ള വാല്യൂസ് വെച്ചിട്ട് നമുക്കത് കൊള്ളിക്കാൻ പറ്റും. ഓക്കെ, ദെൻ കോറിലേറ്റഡ് സബ് ക്വറീസ്. കോറിലേറ്റഡ് സബ് ക്വറീസ് ഡിപ്പെൻഡ് ഓൺ ദി ഡാറ്റ പ്രൊവൈഡഡ് ബൈ ദി ഔട്ടർ ക്വറി. സോ ഔട്ടർ ക്വറിൻ്റെ വാല്യൂസ് അനുസരിച്ച് നടക്കുന്നത്. അതായത് ഇതുവരെ ഇന്നർ ക്വറി എക്സിക്യൂട്ട് ചെയ്യും, ദെൻ ഔട്ടർ ക്വറി വർക്ക് ചെയ്യും, ആ രീതിയിലായിരുന്നു. പക്ഷേ ഇവിടെ കോറിലേറ്റഡ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആണ്. ഇന്നർ ക്വറിയും ഔട്ടർ ക്വറിയും അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആണ്. സോ ഏകദേശം ഒരു സൈമൾട്ടേനിയസ് എക്സിക്യൂഷൻ വേണം നമുക്ക് പറയാം.
As opposed to the regular subquery where the outer query depends value provided by the inner query, a correlated subquery is one where inner query depends on value provided by the outer query. So inner ഇവിടെ നേരെ തിരിച്ചാണ്. ഇന്നർ ക്വയറി എന്തിൻ്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യും? ഔട്ടർ ക്വയറിൻ്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്തിട്ട് വർക്ക് ചെയ്യും. അതായത് ഔട്ടർ ക്വയറിൻ്റെ വാല്യൂ കിട്ടിയിട്ട് വേണം ഇന്നർ ക്വയറി വർക്ക് ചെയ്യാൻ അർത്ഥം. ദിസ് മീൻസ് ദാറ്റ് ദ കോറിലേറ്റഡ് സബ് ക്വയറി ദ ഇന്നർ ക്വയറി ഈസ് എക്സിക്യൂട്ടഡ് റിപ്പീറ്റഡ്ലി വൺസ് ഫോർ ഈച്ച് റോ ദാറ്റ് മൈറ്റ് ബി സെലക്ടഡ് ബൈ ദി ഔട്ടർ ക്വയറി. അതായത് ഔട്ടർ ക്വയറി ഒരു പെർട്ടിക്കുലർ വാല്യൂ വെച്ചിട്ട് ഒരു വാല്യൂ സെലക്ട് ചെയ്തിട്ട് അത് ഇന്നർ ക്വയറിയിലേക്ക് പാസ് ചെയ്യും. ദെൻ ഇന്നർ ക്വയറി വർക്ക് ചെയ്യും. ദെൻ അതായത് റിപ്പീറ്റ് ചെയ്ത് ഇന്നർ ക്വയറി വർക്ക് ചെയ്യും ഡിപ്പെൻഡിങ് ഓൺ അല്ലെങ്കിൽ എന്തിന് അനുസരിച്ച് ഔട്ടർ ക്വയറി ഒരു വാല്യൂസ് അല്ലെങ്കിൽ ഒരു വാല്യൂസ് റോസ് കൊടുക്കുന്നതിനനുസരിച്ച്. ഓക്കെ, ഒരു എക്സാമ്പിൾ കാണാൻ നിങ്ങൾക്ക്. സെലക്ട് ename did from employee where ename in എവിടെ ഉള്ളതാണ്? സെലക്ട് ename from department where employee ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡി എംപ്ലോയി ഡോട്ട് ഡി ഐ ഡി സിക്കൽ ടു ഡിപ്പാർട്ട്മെൻറ്റ് ഡോട്ട് ഡി രണ്ട് ടേബിൾ എന്നുള്ളതാണ്. സോ ഇത് ഈ ഡി ഐ ഡിക്ക് അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് അല്ലേ, ഈ ഔട്ടർ ടേബിളുള്ള ഈ ഡി ഐ ഡിക്ക് അനുസരിച്ചിട്ടാണ് ഇവിടെ നമുക്ക് വർക്കിംഗ് നടക്കുകയുള്ളൂ അല്ലേ, ഈ ഡി ഐ ഡി. സോ ഈ ഇന്നർ ക്വയറി വർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്കൊരു വാല്യൂ പാസ് ചെയ്യണം, ഈ ഔട്ടർ ക്വയറിന് വാല്യൂ പാസ് ചെയ്യണം. സോ ഇതിനാണ് നമ്മൾ എന്ത് പറയുക, കോറിലേറ്റഡ് സബ് ക്വയറീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത്രയാണ് നമുക്ക് സബ് ക്വയറീസ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ഗ്രൂപ്പ് ബൈ ക്ലോസ് അങ്ങനത്തെ 2-3 ക്ലോസ് നമ്മൾ പറഞ്ഞു അല്ലേ, ഓർഡർ ഹാവിങ്, ഓർഡർ ബൈ എന്നുള്ളതൊക്കെ എങ്ങനെയാണ് നമ്മൾ SQL എഴുതാൻ നമുക്ക് നോക്കാം. ദ ഗ്രൂപ്പ് ബൈ ക്ലോസ് ഡിവൈഡ്സ് ദ റോസ് റിട്ടേൺ ഫ്രം ദ സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ടു ഗ്രൂപ്പ്സ്. ഗ്രൂപ്പ് ബൈ പേര് തന്നെ ഉണ്ട്, ഗ്രൂപ്പ് ചെയ്യാം. നമ്മൾ സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്ന റിസൾട്ടിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യാം, എന്നിട്ട് അതിനെ ഡിവൈഡ് ചെയ്തോ ഗ്രൂപ്പാക്കി മാറ്റുന്നതിനാണ് പറയുക ഗ്രൂപ്പ് ബൈ ക്ലോസ് എന്ന് ഉപയോഗിക്കുക. The PostgreSQL group by clause is used to group together those rows in a table that have identical data. അതായത് ഐഡൻറ്റിക്കൽ ഡാറ്റ ഉള്ള എല്ലാ വാല്യൂസിനെയും നമ്മൾ ഗ്രൂപ്പ് ആയിട്ട് ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് മാറ്റുന്നതന്നെ, ഒരു ഗ്രൂപ്പാക്കി മാറ്റാൻ നമ്മൾ ഗ്രൂപ്പ് ബൈ ക്ലോസ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് വിത്ത് സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ്. സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ് കൂടെയാണ് നമ്മൾ സാധാരണ ഗ്രൂപ്പ് ബൈ ഉപയോഗിക്കുന്നത്. The group by clause collect data across multiple records and group the result by one or more columns. നമ്മൾ 1-2 കോളത്തിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മൊത്തം റിസൾട്ടിനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. It also used to reduce the redundancy in the output. The group by statement is often used with aggregate functions. അതായത് അഗ്രിഗേറ്റ് ഫംഗ്ഷൻസിൻ്റെ കൂടെയാണ് സാധാരണ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയും അഗ്രിഗേറ്റ് ഫംഗ്ഷൻ്റെ കൂടെയും ഇത് ഉപയോഗിക്കാം. അതായത് കൗണ്ട്, മാക്സ്, മിൻ, സം, ആവറേജ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ, അതാണ് അഗ്രിഗേറ്റ് ഫംഗ്ഷൻ എന്നത്. അതിൻ്റെ കൂടെ നമുക്ക് ഈ ഗ്രൂപ്പ് ബൈ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാൻ പറ്റും. സോ സിൻടാക്സ് നോക്കുക നിങ്ങൾ, സെലക്ട് കോളം 1 കോളം 2 അല്ലേ, ദെൻ അഗ്രിഗേറ്റ് ഫംഗ്ഷൻ കോളം 3 അങ്ങനെ ഉപയോഗിക്കാം. ഫ്രം എവിടുന്ന്, ടേബിൾ നെയിം, ഏതെങ്കിലും ടേബിൾ നെയിം കൊടുക്കുക. എന്നിട്ട് ഈ ടേബിൾ നെയിമിലെ ഗ്രൂപ്പ് ബൈ എന്തിൻ്റെ ബേസിലാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യേണ്ടത്, കോളം 1 കോളം 2 അല്ലെങ്കിൽ കോളം 1 ഒന്നായാലും മതി, ഒരു കോളം അല്ലെങ്കിൽ അതിൻ്റെ ബേസിൽ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. അല്ലെങ്കിൽ 2 കോളം കൊടുക്കുകയാണെങ്കിൽ 2 കോളം 1 കോളം 2 കൊടുക്കാൻ പറ്റും. സോ ഈ രീതിയിൽ ഗ്രൂപ്പ് ചെയ്തിട്ട് അത് സെലക്ട് ഈ റിസൾട്ട് വരുമ്പം, ഈ സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ് റിസൾട്ട് വരുമ്പം അത് എന്തും കൂടെ നോക്കിയിട്ടാണ് ചെയ്യുക, ഈ ഗ്രൂപ്പ് ബൈ കോളം കൂടെ നോക്കിയിട്ടേ വരുള്ളൂ ഇതിൻ്റെ റിസൾട്ട് വരുള്ളൂ. അതായത് ഈ നമ്മൾ ഗ്രൂപ്പ് ബൈയിൽ ഏതാണോ കോളം കൊടുത്തത് ആ കോളത്തിൻ്റെ ബേസിലാണ് നമുക്ക് ഔട്ട്പുട്ട് റിസൾട്ട് വരിക, അതിൻ്റെ ബേസിലാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്തിട്ട് റിസൾട്ട് വരിക, അത്രയേ ഉള്ളൂ. ഓക്കെ, ദെൻ ഹാവിങ് ക്ലോസ്. സോ ഹാവിങ് ക്ലോസ് ഈസ് കോമ്പിനേഷൻ യൂസ്ഡ് ടു കോമൺലി കോമ്പൈൻ വിത്ത് ഗ്രൂപ്പ് ബൈ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഗ്രൂപ്പ് ബൈ ക്ലോസിൻ്റെ കൂടെയാണ് നമ്മൾ സാധാരണ ഹാവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുക. ഓക്കെ, സോ ഇൻ ഓർഡർ ടു പിക്ക് ഔട്ട് പെർട്ടിക്കുലർ റോസ് വേർ ദ ഫംഗ്ഷൻസ് റിസൾട്ട് മീറ്റ് സം കണ്ടീഷൻ. അതായത് ഗ്രൂപ്പ് ബൈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ നമ്മൾ ഒരു ഹാവിങ്, അതൊരു കണ്ടീഷനും കൂടെ കൊടുക്കണമെങ്കിൽ ആണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുക, ഹാവിങ് ക്ലോസ് ഉപയോഗിക്കുക. എക്സാമ്പിൾ നോക്കാം. ദ ഹാവിങ് ക്ലോസ് ഈസ് യൂസ്ഡ് ടു സ്പെസിഫൈ വിച്ച് ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് ഓർ ഗ്രൂപ്പ്സ് are to be displayed, that is the desired group that you return on the basis of aggregate function. അതായത് അഗ്രിഗേറ്റ് ഫംഗ്ഷൻ്റെ കൂടെ നമ്മൾ ഏത് ഗ്രൂപ്പിൻ്റെ കൂടെയാണ് നമ്മളിത് ഗ്രൂപ്പ് ചെയ്യേണ്ടതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാവിങ് ഒരു എക്സ്ട്രാ കണ്ടീഷനും കൂടെ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. സിൻടാക്സ് നോക്കാം നിങ്ങൾ, സെലക്ട് കോളം 1 കോളം 2 ഫ്രം ടേബിൾ 1 ടേബിൾ 2 അല്ലെ, ടേബിൾ 1ഉം ടേബിൾ 2 എടുക്കണം. വേർ നമ്മൾ എന്തൊരു കണ്ടീഷൻ കൊടുക്കും, ഗ്രൂപ്പ് ബൈ കോളം 1 കോളം 2 ദെൻ ഹാവിങ് സം കണ്ടീഷൻ. സോ ഗ്രൂപ്പ് ബൈൻ്റെ കൂടെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, ഹാവിങ് ഉപയോഗിക്കുക, ഒരു കണ്ടീഷനും കൂടെ അവിടെ എക്സ്ട്രാ കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ എക്സാമ്പിൾ നോക്കുക, ബിലോ ടു ടേബിൾ ബിലോ എക്സാമ്പിൾ വി വുഡ് ഡിസ്പ്ലേ ദ റെക്കോർഡ് ഫോർ വിച്ച് നെയിം കൗണ്ട് ഈസ് ലെസ് ദാൻ 2. നെയിമിൻ്റെ ലെങ്ത്, പേരിൻ്റെ ലെങ്ത് ലെസ് ദാൻ 2 ഉള്ളത് ചെയ്യാനാണ്. ദോ സെലക്ട് നെയിം ഫ്രം എംപ്ലോയി അല്ലേ, അതാണ് ഇവിടെ കൊടുത്തത്. ഗ്രൂപ്പ് ബൈ എന്തിൻ്റെ ബേസിലാണ് ഗ്രൂപ്പ് ചെയ്തത്, നെയിം, ഗ്രൂപ്പ് ബൈ നെയിമിൻ്റെ ബേസ് ഗ്രൂപ്പ് ചെയ്തു, പ്ലസ് ഒരു കണ്ടീഷനാണ് അവിടെ കൊടുക്കുന്നത്, ഹാവിങ് എന്താ കൊടുത്തത്, കണ്ടീഷനാണ് എന്ത്, കൗണ്ട്, എന്തിൻ്റെ കൗണ്ട്, നെയിം എന്നുള്ള കോളത്തിലെ കൗണ്ട്, നൗ നെയിം എന്നുള്ള കോളത്തിലെ കൗണ്ട് ലെസ് ദാൻ 2. സോ ഹാവിങ് സം കണ്ടീഷൻ. സോ ഇതെന്ത് ചെയ്യും, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന
നെയിം ഫ്രം എംപ്ലോയി ഗ്രൂപ്പ് ബൈ നെയിമിൽ നമുക്ക് എന്ത് ചെയ്യും ഔട്ട്പുട്ട് തരും. സോ ഒരു എക്സ്ട്രാ കണ്ടീഷനും കൂടെ നമ്മൾ അവിടെ കൊടുത്തു യൂസിങ് ദ കീവേഡ് ഹാവിങ് ക്ലോസ്. ഓക്കെ, സോ ഈ രീതിയിലാണ് നമ്മൾ ഹാവിങ് എന്നുള്ള കീവേഡ് അല്ലെങ്കിൽ ഹാവിങ് എന്നുള്ള ക്ലോസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇറ്റ്സ് അലോങ് വിത്ത് ഗ്രൂപ്പ് ബൈ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുക. ദെൻ ഇതിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഇന്നത്തെ ഓർഡർ ബൈ ക്ലോസ്. ഓർഡർ ബൈ അല്ലേ, പേരുണ്ട്, ഓർഡറാണ്. ഒരു ഓർഡറിലാക്കുക, അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ ചെയ്യുക, ഇപ്പോൾ ബേസ്ഡ് ഓൺ എ പെർട്ടിക്കുലർ കോളം. The PostgreSQL order by clause is used to sorting the data in ascending or descending order. The data is sorted on the basis of one or more column. നമ്മൾ ഒന്നോ രണ്ടോ കോളത്തിൻ്റെ ബേസിൽ നമുക്ക് ഇത് എന്ത് ചെയ്യാം, സോർട്ട് ചെയ്യാം. അതും അസെൻഡിങ് ഓർ ഡിസെൻഡിങ്ങിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് ഓൺലി യൂസ്ഡ് വിത്ത് സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ്. സെലക്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഓർഡർ ബൈ ക്ലോസ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സിൻടാക്സ് സെലക്ട് കോളം ലിസ്റ്റ്, നമ്മൾ എത്ര വേണോ കോളംസിൽ അതൊക്കെ കൊടുക്കുക. ഫ്രം ടേബിൾ നെയിം, വേർ കണ്ടീഷൻ ഉണ്ടെങ്കിൽ കൊടുക്കുക, ഓർഡർ ബൈ കോളംസ് ലിസ്റ്റ് കൊടുക്കുക. ദെൻ അസെൻഡിങ് ആണോ ഡിസെൻഡിങ് ആണോ എന്നുള്ളത് സ്പെസിഫൈ ചെയ്യുക. അസെൻഡിങ് ആണെങ്കിൽ ASC എന്ന് എഴുതുക, ഡിസെൻഡിങ് ആണെങ്കിൽ DESC എന്ന് എഴുതുക. എക്സാമ്പിൾ നോക്കുക നിങ്ങൾ. സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി എന്നുള്ള ടേബിളിൽ മുഴുവൻ റോസും സെലക്ട് ചെയ്യാൻ പറഞ്ഞു. ഓർഡർ ബൈ എന്തിൻ്റെ ബേസിലാണ്, ഏജിൻ്റെ ബേസിൽ, അതായത് ഏജിൻ്റെ ബേസിൽ കിട്ടണം. ഡിസെൻഡിങ് ഓർഡർ, അതായത് ഏറ്റവും കൂടുതൽ വയസ്സുള്ള ആളാര്യം, ദെൻ രണ്ടാമത്തെ അങ്ങനെ കിട്ടും. സോ ഏജിൻ്റെ ഇപ്പം ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ത് വരും, എംപ്ലോയി എന്നുള്ള ടേബിളിൽ മുഴുവൻ റോസും സെലക്ട് ചെയ്യും. അവിടെ നമ്മൾ പക്ഷേ ലിസ്റ്റ് ചെയ്യുമ്പം നമ്മൾ കൊടുത്ത ഓർഡറിലല്ല ലിസ്റ്റ് ചെയ്യുക. ലിസ്റ്റ് ചെയ്യുന്ന ഓർഡർ എന്താണ്, ഓർഡർ ബൈ ഏജിൻ്റെ ഓർഡറിലാണ് ഡിസെൻഡ് ചെയ്യുക. ഡിസെൻഡിങ് ഓർഡറിൽ ഏജ് വരുന്ന ആ രീതിയിലാണ് റോസ് നമ്മളിവിടെ സെലക്ട് ചെയ്ത് ഔട്ട്പുട്ട് വരും. സോ ഈ രീതിയിലാണ് ഓർഡർ ബൈ ക്ലോസ് വർക്ക് ചെയ്യുന്നത്. സോ സിമ്പിളാണ് വിചാരിക്കുന്നത് അല്ലേ. സോ നമുക്ക് ഇത്രയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതെല്ലാം നമ്മൾ PostgreSQL ലാബ് ചെയ്യുന്ന സമയത്ത് ആവശ്യമുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ സാധനങ്ങളാണ്. അപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട് ഈ ക്ലോസും കാര്യങ്ങളും ഒക്കെ, സബ് ക്വയറീസ് ഒക്കെ. സോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. തൽക്കാലം നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു.